ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ടാണോ പഠിപ്പ് മുടങ്ങിപ്പോയത് ഋതികയുടെ? അതെ, ഞാൻ പഠിച്ചതൊക്കെ സ്കോളർഷിപ്പിലാണ്. എൻ്റെ സ്കൂളിലെ ഫാദർ ദേവഗിരി സേമ പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, കോഴിക്കോട്. അപ്പോൾ അവിടുത്തെ ഫാദർ എൻ്റെ പാട്ട് കേട്ടിട്ട് വിളിച്ചതാണ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്കോളർഷിപ്പിലാണ് ഞാൻ പഠിച്ചത്. വീട് വെക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ സഹായിക്കും, അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ വീട്ടിലെത്തിയിട്ട് വെക്കണം. ഞാനങ്ങനെ ആരോടും എൻ്റെ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈവൻ മൈ ഫ്രണ്ട്സ് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് മാറിയത് സ്റ്റാർ സിംഗറിൽ വന്നിട്ടാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത്. ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ വന്ന ശേഷമാണ് സിനർജി മെറൈൻ ഗ്രൂപ്പാണ് ഇപ്പം എന്നെ പഠിപ്പിക്കാനായിട്ട് സ്പോൺസർഷിപ്പ് എടുത്തിരുന്നത്. ഇപ്പോൾ രഞ്ജിൻ ചേട്ടനായിരുന്നു ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, എൻ്റെ പ്രൊഫൈൽ ഇട്ടുണ്ടായിരുന്നു. പ്രൊഫൈലൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. അത് കണ്ടപ്പോൾ രഞ്ജിൻ ചേട്ടൻ വന്ന് ചേട്ടൻ്റെ ലൈഫിനായിട്ട് എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞ് ഒരു അടുത്ത പടത്തിൽ എന്തായാലും മുഴുവൻ എനിക്ക് വേണ്ടി ഒരു സോങ് പാടും. ഔട്ട് ഓഫ് ദ ബ്ലൂ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ബൽറാമിനെ വിളിക്കാം. അതെന്താ ബൽറാം ചൂസ് ചെയ്യാൻ കാര്യം? റാൻഡമായിട്ട് ചൂസ് ചെയ്തതാണ്. കൺമണി താങ്കൾ സംസാരിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. നീ കേൾക്കുന്നുണ്ടോ? താങ്കൾ സംസാരിക്കുന്ന വ്യക്തി താങ്കളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കൂടെ പാടുക. ഇതിനാണോ നീ വിളിച്ചത്? കൂടെ പാടാൻ? പാട്. വെള്ളപ്പൊന്നി ഉറക്കത്തിന് വിളിപ്പിച്ച് പാട്ട് പാടാനാ? കൺമണി അൻപോട് കാതലെഴുതും കടിതമേ പൊന്മണി തിരിച്ചു വരവിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഞാൻ എല്ലാ പാട്ടും പാടാൻ ഇഷ്ടപ്പെടുന്നതാണ്. ലൈക്ക് മെലഡി ആണെങ്കിലും ഫാസ്റ്റ് ആണെങ്കിലും സെമി ക്ലാസിക്കൽ ആണെങ്കിലും. Hi, hello everybody. You're watching me, Meenakshi Sudhir, on Jago Space. So, നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 9 ടോപ്പ് 10 വന്നിരിക്കുന്ന ഒരാളാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. സോ ജാഗോ സ്പേസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഋതിക സുധീർ. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഒരു സ്കൂളൊക്കെ വിട്ട് ഒരു സമ്മർ വെക്കേഷന് ഒരു കുട്ടിയെ വീട്ടിൽ വന്ന് കാണുന്ന രീതിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതായത് ഇതിനു മുമ്പ് നിങ്ങളുടെ കോ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ജാഗോ സ്പേസിൽ വന്നിട്ടുണ്ട്. ബട്ട് എവറിബഡി കെയിം ടു അവർ ഓഫീസ്. നമ്മുടെ സ്പേസിൽ ഇരുന്നിട്ടായിരുന്നു, ജാഗോ സ്പേസിൽ ഇരുന്നിട്ടായിരുന്നു അവരോട് സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവധിക്കാലം അല്ലേ, നമ്മൾ ഋതികയുടെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് ഋതികയോട് സംസാരിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട്? ഇപ്പൊ ഷൂട്ടും സ്കെഡ്യൂൾസും ഒന്നും ഇല്ല, വീട്ടിലിരിക്കുകയാണ്. എന്താ പരിപാടി? വീട്ടില് ബോറടിയാണ് മെയിനായിട്ട്. പിന്നെ പ്രാക്ടീസ് നടക്കണു. അരി തിരിച്ചു വരവിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഓ അടിപൊളി. അപ്പൊ ഈ ഒരു 3 മാസം എന്നുള്ളത് ഭയങ്കര കട്ട പ്രാക്ടീസും സംഭവങ്ങളും ആണോ? അതെ, ആണ്. ലൈക്ക് എങ്ങനെയാണ് ഋതികയുടെ ഒരു ഡെയിലി റൂട്ടീൻ? ഇപ്പം ഷോ ഉള്ള സമയത്തും ഇപ്പോൾ ഒരു വെക്കേഷനും എന്താണ് മേജർ ഡിഫറൻസസും പരിപാടികളും ഒക്കെ തോന്നുന്നത്? എനിക്കിപ്പോ ക്ലാസ്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഡിഫറൻസ് ഇല്ല. ഇപ്പൊ വീട്ടിലാണെങ്കിൽ വെറുതെ ഇരിക്കുന്നു, നടപ്പായ പണിയെടുക്കണം. എന്താണ് കാര്യമായി ഉള്ള പണിയെടുപ്പ്? പണിയെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീക്കണം. ഇവിടെ ആണെങ്കിൽ ഒരു 10-11 മണിയൊക്കെ ഞാൻ എണീക്കില്ല. അത് ശരി. ഇപ്പം നോർമലി ഇതുണ്ടെങ്കിൽ എപ്പോഴാണ്? വെൻ ഡു യു വേക്ക് അപ്പ്? 7:30 ഒക്കെ ആകുമ്പോൾ എണീച്ചിട്ട് 9 മണിയൊക്കെ ആകുമ്പോൾ ഗ്രൂമിങ്ങിന് പോകണം. ഓ അങ്ങനെയാണല്ലേ. ഓക്കെ. അപ്പം ഞാനിപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 25ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്ന്. അപ്പം ഓരോ സ്കെഡ്യൂൾസിലും എത്ര പാട്ട് വെച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ഓരോ സ്കെഡ്യൂൾസിലും മാക്സിമം 2, അതിനും കൂടുതൽ പോവാറില്ല. എന്നാലും ഇത്രയും പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയമൊക്കെ എപ്പോഴും? അതായത് ഋതിക ഇപ്പം പഠിക്കുന്നില്ല, ലൈക്ക് കംപ്ലീറ്റ്ലി ഓൺ ടു മ്യൂസിക് ആണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വരാം. എന്തായാലും എങ്ങനെയാണ് ഈ പാട്ടുകളുടെ പ്രാക്ടീസും പരിപാടികളൊക്കെ നടക്കുന്നത്? ഒരു പാട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കേൾക്കും, കേട്ടിട്ട് പിന്നെ ലിറിക്സ് പഠിക്കും, പിന്നെ അങ്ങനെ പഠിച്ച് കേട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. ഒരു പാട്ട് പഠിക്കാൻ എത്ര നേരം? ഒരു ദിവസം, 2 ദിവസം, എത്ര നേരം എടുക്കും? ലൈക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത്രയും അരിച്ച് പെറുക്കി പഠിക്കാൻ ഒരു ദിവസം എടുക്കും. അടിപൊളി. അല്ലെങ്കിൽ വെറുതെ ഒരു ജസ്റ്റ് ഒന്ന് പഠിക്കാനാണെങ്കിൽ 5 മിനിറ്റ് മതി. 5 മിനിറ്റ്. ഇപ്പൊ ഈ ഒരു സീസൺ ബ്രേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പം എന്താ തോന്നിയത്? ഇതെന്തോ പറ്റി എന്നുള്ള രീതിയിൽ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നോ? ബ്രേക്ക് അങ്ങനെയൊന്നുമില്ല, ഒരു ഞെട്ടലായിരുന്നു.
അപ്പം അങ്ങനെ എനിക്ക് സർപ്രൈസായിട്ട് പറഞ്ഞതാണല്ലോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഫിനാലയുടെ അനൗൺസ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ അപ്പോൾ പെട്ടെന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാൻ ബിഗ് ബോസ് വരികയാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഒരു ബ്രേക്ക് ആണ് എന്നുള്ളത്. ഇത് സ്റ്റാർ സിംഗറിൽ തന്നെ ഗുരുകുലം സ്കൂള്, കോൺവെന്റ് സ്കൂൾ എന്നുള്ള ഒരു ബ്രേക്ക് ആണ്. അതേപോലെ ഒരു ഡിവിഷൻ ആണല്ലോ, 2 ടീം എ ടീം ബി പോലെ വന്നിരിക്കണേ. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഒരു വെക്കേഷൻ മോഡ് പോലെ തന്നെയാണ് ഇപ്പൊ തോന്നുന്നത്? വെക്കേഷൻ മോഡല്ലേ തോന്നുന്നത്? ഈ ഫിനാലേക്ക് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥയില്ല, അതുപോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ മറ്റേ കോമ്പറ്റീഷന് കോമ്പീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കിനും കുറെ വോയിസ് റെസ്റ്റും ഭക്ഷണങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. ഇപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്താണ് പ്രാക്ടീസിന്റെ പരിപാടിയിലൊക്കെ? വോയിസ് റെസ്റ്റ് ഒന്നും ഇല്ല, ഒഴുകുന്ന പഠിച്ച് ഇങ്ങനെ പോണു. ചിലപ്പോ കുഴപ്പം, ചിലപ്പോ ഇൻട്രസ്റ്റ്. അടിപൊളി. ഇപ്പം ഓൺ ഷെഡ്യൂളാണ് സമയമെങ്കിൽ പ്രാക്ടീസിന്റെ കാര്യത്തിൽ എത്ര നേരം പ്രാക്ടീസ് ചെയ്യും? എന്തൊക്കെ ഫുഡൊക്കെയാണ് ഒഴിവാക്കുന്നത് പരിപാടികൾ? ഫുഡ് നമ്മുടെ ഗ്രൂമേഴ്സിന്റെ മെയിൻലി പറയുന്നത് ഓയിലി കഴിക്കരുത്. അവർ ഏറ്റവും നോ പറയുന്ന ഫുഡ് എന്തുവാ? എരിവുള്ള ഫുഡ് കഴിക്കരുത്. അത് ചിത്രാമയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എരിവുള്ള ഫുഡ്, പിന്നെ മധുരം, അതൊക്കെ തന്നെ കഴിക്കും. അസിഡിറ്റി ഉണ്ടായാൽ അത് നമ്മുടെ വോയിസിനെ ബാധിക്കും. ഋതികനെ പക്ഷെ ഋതിക ഒരു ഫുഡിയാണോ? എങ്ങനെയാണ്? ഫുഡ് പൊതുവെ ഇഷ്ടമുള്ള ഒരാളാണോ? ഫുഡിയാണ്. അപ്പൊ എങ്ങനെ ഇതൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നേ? കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ കൺട്രോൾ ചെയ്യൊന്നുമില്ല, അതിനല്ല ചീത്ത വെക്കുന്നത്. അത് ശരി. ആരപ്പോ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂമർ? ആരും സ്ട്രിക്റ്റ് അല്ല, എല്ലാരും ഭയങ്കര കമ്പനി, എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ കാര്യം പറയാം, ഷെരീഫിക്ക ചീത്ത പറയൂ അല്ലേ? അത് കഴിക്കരുത്, ഇത് കഴിക്കുമ്പോൾ പറയും ഇതൊന്നും കഴിക്കരുത്. ഏത് ഫുഡിനോട് അദ്ദേഹം അങ്ങനെ സ്പഷ്ടമായി നോ എന്ന് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ അവിടെ കിട്ടുന്ന ഫുഡ് കുറച്ച് സ്പൈസിയാണ്. അപ്പൊ ക്യാൻറ്റീനിൽ വന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ പറയും ഇന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നല്ലേ? അടിപൊളി അടിപൊളി. ഇപ്പം നിങ്ങൾ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് ജഡ്ജസുമായിട്ട് ഭയങ്കര കമ്പനിയാ. അതായത് നിങ്ങൾ തോളിക്കയിട്ട് നടക്കണ പോലെ നമുക്ക്, അതായത് പണ്ടത്തെ സീസണൊക്കെ കാണുമ്പോഴത്തേക്കും ജഡ്ജസിനെ ഒന്ന് പേടിച്ച് ഒരകലം മാറി നിൽക്കുന്ന പോലെയാണ് കണ്ടസ്റ്റൻസിനെ നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് തന്നെ ഇപ്പൊ ചിത്രാന്റിനെ മുന്നിൽ പാടാൻ എനിക്ക് കുറച്ചും കൂടെ ആന്റിയെ വിളിക്കുക. അപ്പൊ ചിത്രാന്റിനെ മുന്നിൽ പാടാനാണ് എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ്. അത് ശരി. എന്താണ് ആ ഒരു കോൺഫിഡൻസിന്റെ റീസൺ? എന്താണെന്നല്ല വെച്ചാൽ എനിക്കിപ്പോ കുറച്ചുകൂടെ നന്നാക്കാൻ, കുറച്ചും കൂടെ നന്നായിട്ട് പാടണം എന്നുള്ളൊരു മൈൻഡ് ഇപ്പൊ നമുക്ക് ചിത്രാന്റിനെ മുന്നിൽ ഇപ്പൊ അടിപൊളിയായിട്ട് പാടണം എന്നായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പാടാൻ പറ്റുക ചിത്രാന്റിന് മുന്നിലാണ്. വാട്ട് അബൌട്ട് വിധുചേട്ടൻ ആൻഡ് സിതാര ചേച്ചി? അവർ രണ്ടാളും അടിപൊളിയാണ്. വിധുചേട്ടൻ ഒരു കൗണ്ടർ കിങ് ആണ്. അയ്യോ, വിധുചേട്ടന്റെ കോമഡി പാടുന്നതിന് മുന്നേ ഉണ്ടെങ്കിൽ നല്ല സെറ്റായി. അപ്പം മൂപ്പരോട് നിങ്ങൾ പാടുന്നതിന് മുമ്പേ കൗണ്ടർ അടിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു പ്രവണതയാണോ അവിടെ സെറ്റില്? അല്ല, ഫുൾ ടൈം കോമഡിയാണ് അവിടെ, സെറ്റ് ഫുൾ ഓണാണ്. അടിപൊളി. ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ശരിക്കും? നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ഉണ്ടോ? ഇപ്പം ഈ വെക്കേഷൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ ഒരു കോൾസിലൂടെ? ഞങ്ങള് സൂം മീറ്റ് ഒക്കെ ചെയ്യാറുണ്ട് എല്ലാരും കൂടെ ഒരുമിച്ച്. അങ്ങനെ ആരാണ് ഋതിക കുട്ടീന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് ഫ്രം ദ സീസൺ? ഒരാളെ അങ്ങനെ പറയാൻ പറ്റുമോ? ദിശയാണ്. ആ ദിശയുള്ള പാട്ടൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം ദിശയാണ്. ഈ അടുത്തൊരു സോങ് വൈറലായിട്ടുണ്ടായിരുന്നു. 15.something million. അടിപൊളി. അപ്പം എന്തായാലും ചിത്രാമ്മയുടെ മുമ്പിൽ പാടുമ്പോഴാണ് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. ചിത്രാമ്മ ആക്ച്വലി ഏതോ ഒരു പാട്ടിന് സ്റ്റാൻഡിങ് ഓവേഷന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കൺഗ്രാജുലേഷനൊക്കെ തന്നിട്ടുണ്ടല്ലോ. ആ പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടിത്തരും. അപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് ഋതികേനെ കൊണ്ട് പാടിക്കുന്നില്ല എന്നൊരു കമൻറ്റ് ഒഴിവാക്കുകയും ചെയ്യാം. ലെറ്റ്സ് സിംഗ്. വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും വാർമുകിലേ വാനിൽ നീ
നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. വാവ്, അടിപൊളി ഋതിക, സൂപ്പർ. ഇപ്പം സീസണിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. ഇനി ഞാൻ ദിശയുടെ കുറച്ച് മ്യൂസിക്കൽ വിശേഷങ്ങളിലേക്ക്, യു ആസ് എ പേഴ്സൺ ഹു ഇസ് അറ്റാച്ച്ഡ് ടു മ്യൂസിക്, ആ ഒരു സംഭവത്തിലേക്ക് വരികയാണ്. എങ്ങനത്തെ പാട്ട് പാടാനാണ് ഋതികയ്ക്ക് പൊതുവെ ഇഷ്ടം? ഞാൻ എല്ലാ പാട്ടും പാടാൻ ഇഷ്ടപ്പെടുന്നതാണ്. ലൈക്ക് മെലഡി ആണെങ്കിലും ഫാസ്റ്റ് ആണെങ്കിലും സെമി ക്ലാസിക്കൽ ആണെങ്കിലും മൂന്നും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പൊ ഈ പാട്ട് പാടിയപ്പോഴേ ആ ലാസ്റ്റത്തെ സാധനം ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നി. ആക്ച്വലി എന്താണ് ഇത് പാടിയിട്ട് ചിത്ര ആന്റി പറഞ്ഞ ഒരു കമന്റ് ദാറ്റ് സ്റ്റേസ് ഇൻ യുവർ മൈൻഡ്, എന്താണത്? ഈ പാട്ട് ചിത്രാന്റി പാടിയ പാട്ടാണ്. അതെ അതെ. അപ്പൊ ഈ പാട്ട് ഇതുവരെ ഇത്രയും നന്നായിട്ട് ആരും പാടി കേട്ടില്ല എന്നുള്ളൊരു കമന്റാണ്. വാവ്, അത്രയും അത് അതിന്റെ ഒരു ക്രിയേറ്ററിന്റെ അടുത്തുനിന്ന് ഒരു കമന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ റിയലി ബ്ലെസ്ഡ് യു ആർ. അപ്പം ലൈക്ക് അങ്ങനത്തെ സോങ്സ് പാടാനാണോ കുറച്ചും കൂടെ ഇഷ്ടം ഋതികയ്ക്ക് പേഴ്സണലി, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനത്തെ കൈൻഡ് ഓഫ് പാട്ട് പാടി കേൾക്കാനാണ് ഋതികനെ ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എല്ലാ പാട്ട് പാടുമ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കും എന്നതുപോലെ തന്നെ എല്ലാ പാട്ടും പാടാൻ എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോണർ ഇല്ല. ഇല്ല. എന്നാലും ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഇവിടെ ടി വിയിൽ വരുമ്പോൾ ഇരുന്ന് കാണാറുണ്ടോ സ്വന്തം പെർഫോമൻസ് ഒക്കെ? എനിക്ക് മടിയാ, പിന്നെ എനിക്ക് സ്വന്തം കേൾക്കുമ്പോ ഒരു എന്തോ ഒരു പോലെയാണ്. അതെ, ഞാൻ എന്റെ ഇന്റർവ്യൂ പിന്നെ എന്തോ ഒരു നാണം പോലെ തോന്നില്ലേ? എനിക്കാണ് എന്റെ മുമ്പിൽ ഇരുന്ന് ആരും എന്റെ ഇന്റർവ്യൂ 100 കിട്ടിയാലും എത്ര മാർക്ക് കിട്ടിയാലും ഞാൻ അങ്ങനെ ഒരു കാണിക്കാറില്ല. എന്നാ ബാക്കിയുള്ള കണ്ടസ്റ്റൻസില് ഇത് ഇത്തിരി കുഴപ്പിക്കുന്ന ചോദ്യമാണ്, ആരുടെ പാട്ടാണ് ഋതികയ്ക്ക് ഏറ്റവും ഇഷ്ടം? അയ്യോ, എല്ലാവരുടെയും പാട്ട് ഇഷ്ടമാണ്. ഓക്കെ, എല്ലാരും അവരുടേതായ സ്റ്റൈലില് അടിപൊളിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് മെലഡി പാടുന്ന, അടിപൊളി പാട്ട് പാടുന്ന, സെമി ക്ലാസിക്കൽ പാടുന്ന, ഇതില് ദിശയുടെ ഋതികയുടെ ഫേവറേറ്റ്സ് പറയാവോ? ഏറ്റവും നന്നായിട്ടൊരു ക്ലാസിക്കൽ പാട്ട് പാടുന്നത് ആരായിരിക്കും? കർണാടക പാടുന്ന ദിശയാണ്. ഏറ്റവും നന്നായിട്ട് അടിപൊളി പാടുന്നത് ആരാ? അടിപൊളി ലൈക്ക് നല്ല പോപ്പ് ഹിറ്റ് സോങ്സ് ഇതുവരെ അങ്ങനെ പാടിയിട്ട് അടിപൊളിയായിട്ട് നന്ദ പാടും നല്ല അടിപൊളിയായിട്ട്. ഓൾറൈറ്റ്. പിന്നെ സെമി ക്ലാസിക്കൽ പാട്ടുകൾ പാടുന്നത്? സെമി ക്ലാസിക്കൽ ഞാൻ ദിശയുടെ ഉദ്ദേശിച്ചത്. ദിശ ക്ലാസിക്കൽ സെമി ക്ലാസിക്കലൊക്കെ ദിശ നന്നായി പാടും. നല്ല റൊമാൻറ്റിക്, നല്ല ഫീല് കൊടുത്തിട്ടൊക്കെ പാടുന്നത്, അല്ലെങ്കിൽ ഒരു ദുഃഖമുള്ള പാട്ടിന് ദുഃഖം നിറച്ച് പാടുന്നത് ആരാണ്? അങ്ങനെ ഭയങ്കര ഇമോഷണൽ ഭാവഗായകൻ അല്ലെ ഗായിക എന്ന് പറയുന്നത് ആരായിരിക്കും? ഗായകനും ഉണ്ട് ഗായികയുണ്ട്. ആരാണ് അവർ രണ്ടുപേരും? ഇതില് മെലഡി അടിപൊളിയായിട്ട് പാടുന്ന കുറെ ആൾക്കാരുണ്ട്. പാനുശ്രീ, ബലറാം, അരവിന്ദ്, എല്ലാരും ഉണ്ട്. ഈ ഇന്ന കാറ്റഗറീസിന് ഇന്ന പാട്ടുകൾ പാടുന്നതാണ് ഇഷ്ടം അല്ലേ? ഗൈസ്, നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ഋതികയുടെ വീട്ടിലിരുന്നിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വണ്ടികളുടെ ശബ്ദം കേൾക്കാം, കിളികളുടെ ശബ്ദം കേൾക്കാം. അവിടെ മുത്തുണ്ട്. മുത്തു ഹായ്. വേണ്ട മുത്തു എന്താ? അപ്പം നമ്മളിപ്പോൾ ഋതികേൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഇരിക്കുന്നത്. നാട്ടിലൊക്കെ എങ്ങനെയാണ് ഋതിക? കോഴിക്കോടിൻ്റെ സ്വന്തം താരമായോ ഇപ്പോൾ? അങ്ങനെയൊന്നുമില്ല. അല്ല, പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അതുണ്ട്, അതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പം ഈ ഒരു ചെറിയ പ്രായം കൊണ്ട് തന്നെ more than 6 റിയാലിറ്റി ഷോസ് ചെയ്ത ഒരാളാണല്ലോ ഋതിക. പക്ഷെ ഒരു ബിഗ് ബ്രേക്ക് കിട്ടിയത് പറഞ്ഞത് സ്റ്റാർ സിംഗർ വന്നപ്പോഴായിരുന്നു ഡെഫിനറ്റ്ലി. സോ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് തിരിച്ചറിയുന്ന ഫസ്റ്റ് മൊമെന്റ് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാൻ കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയപ്പോൾ ചേച്ചി വന്ന് ചോദിച്ചു, സ്റ്റാർ സിംഗറിൽ പാടുന്ന കുട്ടിയല്ലേ? അതായിരുന്നു ആദ്യത്തെ അനുഭവം. മോസ്റ്റ് ക്രേസി ഒരു ഫാൻ ഇൻസിഡന്റ് ഷെയർ ചെയ്യാനുണ്ടോ? ആരെങ്കിലും ഒരു സമ്മാനം അയച്ചു തന്നതോ, അല്ലെ വന്ന് സംസാരിച്ചതോ, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ? അതും ഇതുപോലെ സമ്മാനം തന്നിട്ടില്ല, ഭയങ്കര ഇഷ്ടമെന്നൊക്കെ വന്നിട്ട് പറയാറുണ്ട്. എന്ത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇതിന്റെ ഓഡിയൻസ് ആയിട്ട് മോസ്റ്റ്ലി വന്നെപ്പോഴും സംസാരിക്കാറുള്ളത്? ഐ തിങ്ക് ഒരു 20 to 30 സംസാരിച്ചിട്ടുള്ളത് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങളുടെ ഈ സീസണിലെ കണ്ടസ്റ്റൻസിന്റെ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരുകളാണ് നിങ്ങളെല്ലാവരും. അതായത് ഷോയിൽ പാടുന്നതല്ലാതെ ലൈക്ക് നിങ്ങൾ തന്നെ കൊളാബറേറ്റ് ചെയ്ത് പാട്ടുകളൊക്കെ ഇട്ട് ഭയങ്കര ഹിറ്റ് ആവാറുണ്ട് അല്ലേ? അപ്പം എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം DMs ഒക്കെ തുറന്നു കഴിഞ്ഞാൽ? DMസിൽ
ഇങ്ങനെ തന്നെ ഒരുപാട് പേര് എന്താ പറയുക പാട്ടൊക്കെ കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പറയാറുണ്ട്. ഇപ്പം സ്റ്റാർ സിംഗറിലെ ഒരു ജേർണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഋത്തികയുടെ ഒരു മാജിക്കൽ മൊമെന്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് രഞ്ജൻ ചേട്ടൻ വന്ന എപ്പിസോഡിനെ പറയാൻ പറ്റും. ആ എപ്പിസോഡിനെ ഒന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരുമോ? ലൈക്ക് എന്താണ് ആ മൊമെന്റിൽ തോന്നിയത് എന്നുള്ളത്. ആ ഒരു മൊമെന്റിൽ ഞാനൊരു കിളിപോയ അവസ്ഥയായിരുന്നു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആ മൊമെന്റ് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊന്ന് പറയാം, എന്നിട്ട് ടെൽ us what you felt. ഞാൻ പറയണോ? ആ പറയൂ, കേക്കട്ടെ. ഫ്രം ദ പേഴ്സൺ ഒന്ന് കേക്കട്ടെ. അല്ല, എൻ്റെ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വപ്ന സുന്ദരി എന്ന പാട്ട് സോങ് പാടിയ പാടിയത്. ദിവസമായിരുന്നു. അപ്പോൾ രഞ്ജിൻ ചേട്ടനായിരുന്നു ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രൊഫൈലൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ രഞ്ജിൻ ചേട്ടൻ വന്ന് ചേട്ടൻ്റെ ലൈഫിനായിട്ട് എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞ് ഒരു അടുത്ത പടത്തിൽ എന്തായാലും എനിക്ക് വേണ്ടി ഒരു സോങ് പാടും. അപ്പം ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ വന്നപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു മൂവിയിൽ പാടണം. എല്ലാ സിംഗേഴ്സിന്റെ ആഗ്രഹമാണല്ലോ. അതങ്ങനെ പെട്ടെന്നൊരു ഔട്ട് ഓഫ് ദ ബ്ലൂ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആയി പോയി. ഇപ്പൊ പ്രൊഫൈലിൽ നിങ്ങളുടെ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റിയിട്ട് പല കാര്യങ്ങൾ പറയുന്നതിൽ എന്ത് പോയിന്റ് ആയിരിക്കാം മൂപ്പർക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ തോന്നിയിട്ടുണ്ടാവുക? ബേസിക്കലി എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു മെയിൻലി പ്രൊഫൈലിൽ കാണിച്ചത്. അപ്പോൾ അതിൽ ഞാൻ പഠിച്ചതൊക്കെ സ്കോളർഷിപ്പിലാണ്. എൻ്റെ സ്കൂളിലെ ഫാദർ ദേവഗിരി സേമ പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, കോഴിക്കോട്. അപ്പോൾ അവിടുത്തെ ഫാദർ എൻ്റെ പാട്ട് കേട്ടിട്ട് വിളിച്ചതാണ് പഠിപ്പിക്കാമെന്നുണ്ട്. അപ്പോൾ സ്കോളർഷിപ്പിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ ലൈഫിൽ പണ്ട് ഇതുപോലെ ഒരു സ്കൂളിൽ പോയിട്ട് അങ്ങനെ എന്തോ ഒരു സ്റ്റോറി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഋതികയുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഡ്രീം വലിയൊരു പ്ലേബാക്ക് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം തീർച്ചയായിട്ടും ബീങ് എ സിംഗിൾ ചൈൽഡ്, ഋതികയുടെ പാരൻസ് ഇസ് ലുക്കിംഗ് അപ്പോൺ ടു യു അല്ലേ? എന്താണ് അവർക്ക് വേണ്ടിയിട്ട് നടത്തി കൊടുക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ? എനിക്ക് ഒരാഗ്രഹം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വീട് വെക്കണം. വീട്, അതാണോ ഫസ്റ്റ് ഒരു ആഗ്രഹം? ഒരു വലിയ പ്ലേ ബാക്ക് സിംഗർ ആയി കഴിഞ്ഞാൽ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ എന്തായിരിക്കും? വീട് വെക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെന്താ, പിന്നെ 5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പിന്നെ എന്താ പറയാ, ഒരു വീടാണ് മനസ്സിലുള്ളൊരു വലിയ. വേറെ കുഴപ്പം. പിന്നെ അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ വീട്ടിലിരുത്തിയിട്ട് നോക്കണം. പ്രായമായിട്ട് വരല്ലേ. അപ്പം അങ്ങനെ ഇപ്പം സ്കൂള് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പം പാട്ടിലേക്ക് പോയിട്ടുള്ളത്. അപ്പം ആ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ആരെങ്കിലും പഠിപ്പ് നിർത്തണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്? ബിക്കോസ് യു നോ എന്താണ് ഋതിക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഋതികയ്ക്ക് ഇപ്പം ലൈക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കുറേ കൂടെ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുന്ന യു നോ. പക്ഷേ എന്തെങ്കിലും ക്രിറ്റിസിസംസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? ഞാനങ്ങനെ ആരോടും എൻ്റെ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈവൻ മൈ ഫ്രണ്ട്സ് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും പറയും നീ എന്താ പോവാത്ത? ഞാൻ പറയും ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ബ്രേക്ക് എടുക്കാന്ന് ഞാൻ അങ്ങനെയാ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ. അപ്പോൾ സ്റ്റഡീസിൻ്റെ ഇതാവാൻ ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ടായിരുന്നോ പ്രശ്നം ഉണ്ടായത്? പക്ഷെ അത് മാറിയത് സ്റ്റാർ സിംഗറിൽ വന്നിട്ടാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത്. ഐ ക്യാൻ ലിറ്ററലി നോ ഇറ്റ്. ഇത് പറയുമ്പോൾ ഋതികയുടെ കണ്ണിലും എല്ലാം വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഇഷ്യൂ കാരണം നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവോ? ഫിനാൻഷ്യൽ ഇഷ്യൂ നടക്കാതെ പോയതൊന്നുമില്ല. ഞാനങ്ങനെ ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ വന്ന ശേഷമാണ് സിനർജി മെറൈൻ ഗ്രൂപ്പാണ് ഇപ്പം എന്നെ പഠിപ്പിക്കാനായിട്ട് ആണോ സ്പോൺസർഷിപ്പ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇത്രയും ഒരു സപ്പോർട്ട് കൂടെ ഉള്ളപ്പോൾ ഇനി എന്താണ് കരിയറിൽ ചെയ്യാനായിട്ട് ഋതികയുടെ പ്ലാൻ? എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനാണ് ആഗ്രഹം. അത് ശരി. പാട്ടും. അപ്പം സാധാരണ ഇങ്ങനെയുള്ള മ്യൂസിഷ്യൻ ആയിട്ടുള്ള ചെറിയ പ്രായത്തിൽ മ്യൂസിക് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മ്യൂസിക് തന്നെ പെർസ്യൂ ചെയ്യാനായിട്ടായിരിക്കും ഒരു താല്പര്യം ഉണ്ടാവുക. വൈ ഫാഷൻ ഡിസൈനിങ്? ഫാഷൻ ഡിസൈനിങ് ഞാൻ ഒരു 10 എത്തിയപ്പോഴത്തേക്കൊക്കെ ഞാൻ തീരുമാനിച്ചതാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം. എനിക്കിഷ്ടമാണ് ആ ഒരു, എനിക്ക് ക്ലോത്ത്സ് പൊതുവെ ഇഷ്ടമാണ്, ഫാഷൻ അങ്ങനെ. അതുകൊണ്ട്
ആണ്. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും രഞ്ജൻ ചേട്ടൻ ഇപ്പം പാടാൻ ഒരു അവസരം തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന്റെ ഫോളോ അപ്പ് എന്തായി? ഫോളോ അപ്പ് ഒന്നും ആയിട്ടില്ല, ചേട്ടൻ വിളിക്കുന്നതാണ് പറഞ്ഞത്. വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറൈറ്റ്. അത് എപ്പോഴത്തേക്കാണെന്നുള്ള കാര്യം ഇങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇപ്പം ഋതികയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഋതിക ഒരു പ്ലേ ബാക്ക് സിംഗറായി കാണണമെന്നാണോ ഫാഷൻ ഡിസൈനറായി കാണണമെന്ന് എന്താണ് ആഗ്രഹം? അതൊക്കെ രണ്ട് ഏതായാലും കുഴപ്പമില്ല, അവർ ഹാപ്പിയാണ്. അടിപൊളി. അപ്പം ഒരു സിംഗറായി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ ഇന്ന ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്ന് വീട്ടുകാർ പറയുന്നത് എന്താണ് എപ്പോഴും? എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മളിപ്പം ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ ഒരു കാറ് വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, അങ്ങനെ എന്ത് കാര്യമാണ് അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ ആഗ്രഹമായിട്ടുള്ളത്? ഇപ്പൊ ഒരു വീട് വെക്കണം എന്നുള്ളത് ഋതികയുടെ ആഗ്രഹം അല്ല, അവർക്കുള്ള ആഗ്രഹം അതന്നെ, വീട് വെക്കണം. ആഹാ. 3 പേർക്കും ആഗ്രഹമാണ്. എന്തായാലും അത് പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ് കേട്ടോ ഋതിക. ഇപ്പൊ ആക്ച്വലി ഈ ഇന്റർവ്യൂവിന്റെ മുമ്പ് ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോഴേ ഋതിക ഷോയിൽ ഇട്ടിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആളെ എപ്പോഴും നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരു ജുംക അല്ലെങ്കിൽ ഒരു നല്ല ഹെവി ഇയറിങ്സ്, നല്ല എന്താ പറയാ സീക്വൻസ്, മുത്തൊക്കെ പിടിപ്പിച്ച കുർത്താസ്, ഡ്രസ്സസ് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പൊതുവെ അങ്ങനത്തെ ഡ്രസ്സുകളോടൊക്കെ താല്പര്യമുള്ള ഒരാളാണോ? ഞാൻ കാഷ്വൽസ് ആണ്, പക്ഷെ ഇങ്ങനെ പ്രോഗ്രാമിന് പോകുന്നോണ്ട് മാത്രം ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി നല്ലൊരു ഇനം എമൗണ്ട് തന്നെ ഈ ഇത്രയും എപ്പിസോഡിന് ഡ്രസ്സുകൾ മാറ്റിയിടുമ്പോൾ ഐ തിങ്ക് കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത്? നല്ലൊരു ഇനം എമൗണ്ട് അതിന് വേണ്ടിയിട്ട് മുടക്കാൻ ഉണ്ടാവില്ലേ? അപ്പൊ എങ്ങനെയാണ് അപ്പൊ അതൊന്ന് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുവന്നത്? ആദ്യത്തെ കുറച്ച് ഡ്രസ്സൊക്കെ എനിക്ക് കുറെ പേര് വാങ്ങി തന്നതാണ് ഡ്രസ്സൊക്കെ ഇട്ടത്. പിന്നെ അച്ഛൻ വാങ്ങി തരും. അങ്ങനെയാണ് പോകുന്നത് എന്നല്ലേ? അപ്പം ഇങ്ങനെ ഫാഷൻ ഡിസൈനർ ആവാൻ താല്പര്യം ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്ന പരിപാടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാറുണ്ടോ? ഞാൻ പൊതുവെ സ്റ്റിച്ച് ചെയ്യാറില്ല, ഞാൻ ഓൺലൈൻ വാങ്ങിക്കാറാണ് ചെയ്യാം. അങ്ങനെയാണ് അല്ലേ? അടിപൊളി. ഓൾറൈറ്റ്. ഇനിയിപ്പം ഋതികയുടെ ആസ് എ പേഴ്സൺ നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എന്താണ് ഋതികയുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നൊക്കെ. സോ ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞു. കുഞ്ഞിലേ തൊട്ടുള്ള ആഗ്രഹം എന്താണ്? പാട്ടുകാരി ആവണമെന്നാണോ ഡിസൈനർ ആവണമെന്നാണോ? കുഞ്ഞിലെ തൊട്ട് പാട്ടുകാരി ആവണം തന്നെ ആഗ്രഹം. പിന്നെ ഡിഗ്രി എന്നുള്ളൊരു സംഭവം വരുന്നത്. ഞാൻ തീരുമാനിച്ചു. ഞാൻ കോമേഴ്സ് ആയിരുന്നു എടുത്തത്. എനിക്ക് കോമേഴ്സിനോടും സയൻസിനോടും ഒരു താല്പര്യമില്ല. എന്നിട്ടും കോമേഴ്സ് എടുത്തു. എടുക്കാൻ പറ്റില്ലല്ലോ. എന്റെ സ്കൂളില് സയൻസും കോമേഴ്സും മാത്രമേ. അപ്പൊ ഉള്ളതിൽ ഞാനും അങ്ങനെ തന്നെ കോമേഴ്സ് എടുത്ത് പഠിച്ച ആളാണ്. അങ്ങനെ കോമേഴ്സ് എടുക്കുക, മാത്സ് ഒഴിവാക്കി. ബുദ്ധിപരമായ ഓൺട്രപ്രനർഷിപ്പ് ആയിരുന്നു കോമേഴ്സ്. അത് ഒരു ബുട്ടീക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോ ഉപകാരപ്പെട്ടേക്കാം. ബുദ്ധിപരമായി കോമേഴ്സ് എടുത്ത് കൂട്ടി. പിന്നെ മാർക്കും ഇല്ല, അതുകൊണ്ട്. ഓഹോ, എങ്ങനെയായിരുന്നു മാർക്കില്ല. എങ്ങനെയായിരുന്നു പഠിക്കാനൊക്കെ? എങ്ങനെയായിരുന്നു ഋതികയുടെ പഠിത്തം പരിപാടികളൊക്കെ? ഭയങ്കര കുഴപ്പമായിരുന്നു. ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ എക്സാമിന്റെ 10 ദിവസം മുന്നേ എടുത്ത് ബുക്ക് വെച്ച് പഠിക്കാനുള്ള പരിപാടി. അങ്ങനത്തെ ആളാണ്. മറ്റേ ബാക്ക് ബെഞ്ചർ സീനാണോ? വാക്സിനൊന്നുമില്ല, നല്ല കുട്ടിയാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. സ്കൂളിൽ പോയി ചോദിച്ചാൽ അറിയാൻ ശരിക്കും അല്ലേ? അപ്പൊ ചോദിക്കരുത്. ടീച്ചർമാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഓ ഭയങ്കര കൂളായിട്ട് ടീച്ചർ തട്ടിക്കൂട്ടി എഴുതി പാസ്സായി. എങ്ങനെയാ? 80% കിട്ടി CBSE. എടാ മിടുക്കാം. എന്നിട്ട് ഞാൻ അങ്ങനെ വലിയ പ്രതീക്ഷ എന്താണ് ഇപ്പൊ കറക്റ്റ് ചെയ്ത പേപ്പർ കറക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ തെറ്റി പറ്റിയതായിരിക്കാം. അപ്പൊ 80% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയില്ലേ? ഞാൻ ഞെട്ടി, വല്ലാണ്ട് ഞെട്ടി. അപ്പം ഈ 2 years ഗ്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് ഇന്റൻഷനലി എന്തായാലും എടുക്കാം, മ്യൂസിക്കിന് വേണ്ടി മാറ്റി വെക്കാന്ന് വിചാരിച്ചെടുത്തൊരു ഗ്യാപ്പ് ആയിരുന്നോ? അല്ല, ഞാൻ 1 year ഗ്യാപ്പ് എടുത്തത് അതൊരു ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ നെക്സ്റ്റ് ഇയർ ഞാൻ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നുകൊണ്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ടാണോ പഠിപ്പ് മുടങ്ങിപ്പോയത് ഋതികയുടെ? അതെ. അയ്യോ, ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ജൂൺ എത്തിയപ്പോഴാണ് സ്റ്റാർ സിംഗർ വന്നത് 2023. ബട്ട് സ്റ്റിൽ ഒരു പഠിക്കാനായിട്ട് വേണ്ട എമൗണ്ട് തന്നെ ഒരു കണക്കിന് നോക്കി ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? നിങ്ങളുടെ കോസ്റ്റ്യൂം ആയാലും നിങ്ങൾ ട്രാവൽ ടു ആൻഡ് ഫ്രോ സംഭവങ്ങളും എല്ലാം രീതിയിലും അത്രയൊന്നും ആയിട്ടുണ്ടാവില്ല.
മാനേജബിൾ ആണെന്നുള്ള രീതിയിൽ അല്ലേ? ഓൾറൈറ്റ്. പൊതുവേ ഋതിക ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ എനിക്ക് സംസാരിച്ചിട്ട് അങ്ങനെ തോന്നിയില്ല. ഇല്ല. അപ്പം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പാട്ടായിട്ടിരിക്കും. പാട്ടായിട്ടിരിക്കും. ഏതാണ്? ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെ. ഓക്കെ. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കേൾക്കാൻ ഋതികയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാം. മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽപ്പു വാനം 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 ദൂരെങ്ങുമിഴിയും നട്ടു പൂ നിൽപ്പു യാമം 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 മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽപ്പു വാനം. വാവ്. എന്തായാലും ഇനി ഋതികേനെ ഞാനൊരു ചെറിയ റൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം ആ റൗണ്ട് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഋതികയോട് തന്നെ ചോദിക്കാം, ഋതികയ്ക്ക് ഋതികയിൽ തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യം, തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും അത്? ക്യാരക്ടറിലാണോ? ആ, തീരെ ഇഷ്ടമില്ലാതാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആണോ? എന്ത് കാര്യത്തിലാ പെട്ടെന്ന്? എല്ലാ കാര്യത്തിലും എന്തിനും എനിക്ക് ദേഷ്യം വരും. അത് ശരി. അപ്പം മിക്ക ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടുന്ന ഒരാളാണ്. മറ്റേ ചില ആൾക്കാർ പറയും ഒറ്റ കുട്ടികളാകുമ്പോ വാശിയൊക്കെ ഉണ്ടാവും. ഉണ്ട്. ആരാണ് അതിനെപ്പോഴും പാത്രം വാങ്ങാനൊരു ഇത് ഏറ്റുവാങ്ങാനായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഉണ്ടാവുക? അച്ഛൻ തന്നെ. ആണോ? പാവം. എങ്ങനെ? എൻ്റെ അച്ഛൻ്റെ പേര് സുധീർ എന്നാട്ടോ. ഐ എം മീനാക്ഷി സുധീർ, ഋതിക സുധീർ. ഓക്കെ. അപ്പം അച്ഛൻ്റെ അടുത്താണ് എപ്പോഴും വഴക്കുണ്ടാക്കുക? അല്ല, വഴക്കുണ്ടാക്കുന്ന അമ്മയുടെ അടുത്താണ്. പക്ഷെ ദേഷ്യപ്പെടുന്ന അച്ഛൻ്റെ അടുത്താണ്. അല്ല, അങ്ങനെയല്ല. പിന്നെ അച്ഛനാണ് ഒന്നും പറയാതെ കൂടെ നിക്ക. ഓ, അങ്ങനെ അച്ഛൻകുട്ടിയാണ് ആള്. ഓക്കെ. എന്താ വീട്ടിൽ വിളിക്കുന്ന ഋതികേനെ? റിറ്റു. ഓക്കെ. ഇനി ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്വാളിറ്റി എന്താ? നല്ല ക്വാളിറ്റി ഒന്നുമല്ലേ? മേ ബി ആൾക്കാർ എനിക്ക് തോന്നിയത് പറയട്ടെ, ഭയങ്കര നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് വെച്ചിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും വരൂ ചേച്ചി, ഇരിക്കൂ ചേച്ചി, കഴിക്കൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു ആള്. അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇനി നമ്മൾ റൗണ്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഋതികയെ പറ്റിയിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതേപോലെ നല്ലത് പറഞ്ഞാൽ മതി, നമ്മൾ പറഞ്ഞാൽ മോശം പറയണ്ട. മോശം പറയാനുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ആസ് വെൽ. കണ്ടസ്റ്റൻസിൻ്റെ പേര് പറയാം. ഓക്കെ. അവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക ചുരുങ്ങിയ വാക്കുകളിൽ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആരായിരിക്കും? ദിശ. ആ, ദിശയുടെ. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പറയാനുണ്ടാവുകയല്ലേ? രണ്ടും പറയണോ? ആ. അയ്യോ, ഒരൊക്കെ എന്നെ വിളിച്ച് കൊല്ലല്ലോ. അങ്ങനെ പറഞ്ഞ സീനാവോ? പറയൂ. ദിശ ഭയങ്കര ഇന്നസെന്റ് ആണ്. ഇന്നസെന്റ്. ദിശ ഈസ് വെരി ഇന്നസെന്റ്. അടുത്തത് നന്ദ. നന്ദ ഈസ് വെരി ബോൾഡ്. ഭയങ്കര ബോൾഡാണ്. എന്താ അങ്ങനെ ബോൾഡാണെന്ന് തോന്നാനായിട്ടുള്ളൊരു കാരണം? അങ്ങനെയല്ല, ബോൾഡാണ് ആള്. പൊതുവെ ഒരു സംസാരമൊക്കെ ഭയങ്കര ബോൾഡാണ്. ഓക്കെ. ശ്രീരാഗ്. ശ്രീരാഗിന് എനിക്കത് ശ്രീരാഗ് എന്താ പറയാ, ശ്രീരാഗ് ലൈക്ക് ന്യൂട്രൽ. ഇപ്പൊ എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. അധികം ഒന്നും സംസാരിക്കില്ല തോന്നുന്നു ശ്രീരാഗ്, അല്ലേ? ആണോ? അപ്പൊ ഒരു വളരെ സൈലന്റ് കില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് ശ്രീരാഗിനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാം. ഓൾറൈറ്റ്. അടുത്തത് അരവിന്ദ്. ഭയങ്കര ജിൽ ജിൽ നിൽക്കുന്ന ഒരാളാണ്, പേഴ്സണാണ്. അരവിന്ദിനെ പണ്ടോട്ടേ അറിയില്ലേ? നിങ്ങൾ തമ്മിലൊരു ഫ്ലാഷ് ബാക്ക് മെമ്മറി ഇല്ലേ? ഒരു സ്റ്റേജില് ഋതിക പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു മമ്മൂക്ക കയറി വന്നത് എന്തായിരുന്നു ആ കഥ? അത് ഞാൻ സൂര്യ സിംഗറിൽ പാടുന്നു ഞങ്ങള്. അപ്പൊ അതില് ഞാനിങ്ങനെ മഞ്ഞ് പെയ്യും രാവിലെ എന്ന സോങ് ആയിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു സിനാരിയോ ഉണ്ടാകും സ്റ്റേജിൽ. അപ്പൊ അമ്മ പറഞ്ഞു മമ്മൂക്കായിട്ട് ഒരാളെ നമുക്ക് വിളിക്കാം. ശോഭനയും മമ്മൂക്കാണല്ലോ അതിൻ്റെ അകത്ത് മൂവിയിൽ. അപ്പൊ മമ്മൂക്കായിട്ട് ഒരാളെ വിളിക്കാം. അപ്പൊ അമ്മ പറഞ്ഞു അരവിന്ദനെ വിളിക്കാം നമുക്ക്. അപ്പൊ അങ്ങനെ
എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന് കളിച്ചതാണ്. അടിപൊളി. എന്നിട്ട് അത് ഹിറ്റായോ? എങ്ങനെ ഉണ്ടായിരുന്നു ആരായിരുന്നു എന്നിട്ട് മമ്മൂട്ടി ആയിട്ട്? അവൻ കാരണം ഞാൻ ചിരിക്കുകയും ചെയ്തു പാട്ടിനിടയ്ക്ക്. എന്നിട്ട് അത് ഇങ്ങനെ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു മുകളിൽ. അപ്പൊ അതില് ഇവനിങ്ങനെ സൈഡിൽ ഇങ്ങനെ പോയിട്ട് ആ മഞ്ഞ് ചവിട്ടിട്ട് അവൻ വീണു. സ്റ്റേജില് വീണിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്ക് കാലിട്ടടിക്കുന്നു. അതെ, കാലിട്ടടിക്കുന്നു. അത് കണ്ടിട്ട് ഞാൻ ചിരിച്ചു. പാട്ടിന്റെ ഇടയ്ക്ക് ജന്നൽ വാതിൽ ചാരി അങ്ങനെ പോയി. എന്നിട്ട് സുജാതാന്റി വേണമെങ്കിലും ഒരു കിടന്ന് ചിരിയായിരുന്നു വീണത് കണ്ടിട്ട്. അല്ല, ഞാൻ ചിരിച്ചില്ലേ? പാട്ടിന്റെ ഇടയ്ക്ക് ഞാൻ ചിരിച്ചല്ലോ. അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ റിയാലിറ്റി ഷോയിൽ. ആദ്യമായിട്ടായിരിക്കും പാട്ടിന്റെ ഇടയ്ക്ക് ചിരിച്ചൊരാളുള്ളത്. അതന്നെ, അതാണ് ആ ഓർമ്മ അല്ലേ? ഓക്കെ. അടുത്തത് ബൽറാം. ബൽറാം ബൽറാം ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആള്. ഇതിലൊരു ബ്രദർലി ബോണ്ടിങ് ഉള്ളത് ആരോടായിരിക്കും? ആരുമില്ല. ശരി. അടുത്തത് അനുശ്രീ. അനുശ്രീ പാവം കുട്ടി. അപ്പൊ നേരത്തെ ദിശാന പറഞ്ഞു ഭയങ്കര ഇന്നസെന്റ് ആണെന്ന്. അനുശ്രീ ഭയങ്കര പാവം കുട്ടി. അനുശ്രീ ഇന്നസെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? സോറി, ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതാണ്. അനുശ്രീ ഇന്നസെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് പറ്റി? അല്ല, അങ്ങനെയല്ല. അനുശ്രീ ഒന്ന് കട്ട് ചെയ്യോ? ഇല്ല, ഇത് കട്ട് ചെയ്യില്ല. ഇത് ഞങ്ങൾ കട്ട് ചെയ്യില്ല. ഞങ്ങളുടെ വ്യത്യാസം ഉണ്ട്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നസെന്റ് അല്ല അങ്ങനെ. അതല്ല, ഇന്നസെന്റ് അല്ലാന്ന് പറയാനായിട്ട് കാര്യമുണ്ട്. ഞങ്ങൾ ഇനി അടുത്തതായിട്ട് അനുശ്രീ ഇന്റർവ്യൂ വിളിക്കുന്നതായിരിക്കും. അടുത്തത് നീലിമ. നീലിമ ഭയങ്കര തമാശ കൊമേഡിയനാണ് അവിടുത്തെ. എല്ലാരും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര കൗണ്ടർ അടിക്കും. വിധിച്ചേട്ടൻ അനിയത്തിട്ട് വരും ഏകദേശം. അടുത്തത് ഭവൻ. പാവം പൊട്ടൻ. അയാൾ വിളിക്കുന്നതാണ് പാവം പൊട്ടൻ. അങ്ങനെയാണോ വിളിക്കുന്നത് ഭവിനെ? എന്താ പാവം പൊട്ടൻ വിളിക്കാൻ? പാവം പൊട്ടൻ അവനൊരു പാവാണ്. അങ്ങനെ സ്വന്തമായിട്ടൊരു അഡ്ജക്റ്റീവ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ? ഞാൻ തന്നെയാണ് പറഞ്ഞത് പാവം പൊട്ടൻ. അതല്ല, ഋത്തികനെ തന്നെ. ഞാൻ ഒരു പാവാണെന്നാണ്. ഇന്നസെന്റ് ആണോ അത് ചോദിക്കട്ടെ? അങ്ങനെ ചോദിക്കരുത്. അതെന്താ നിങ്ങള് ആ ഇന്നസെന്റും പാവം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇന്നസെന്റ് അതിപ്പോ വളരെ നിഷ്കളങ്ക. ഞാൻ ഇങ്ങനെ ചോദിക്കും, അവിടെ ഇങ്ങനെ വീണ് കിടന്ന് ഉരുളാൻ പഠിക്കണ ഋതിക. ഞാൻ ഇങ്ങനെ മാറ്റി മറിച്ച് പലതും ചോദിക്കും. എനിവേ, നിങ്ങൾ ഇത്രയും ആൾക്കാരുടെ നിങ്ങൾ കണ്ടസ്റ്റൻസ് ആണെങ്കിലും നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആ. നിങ്ങളുടെ ഷോ തന്നെ കണ്ടിരിക്കാൻ നമുക്കൊരു സ്പിരിറ്റാ. കാരണം കോറസ് പോലും പാടാൻ ആൾക്കാർ വേണ്ട. കോറസ് ആരും ചോദിക്കണം, നമ്മൾ തന്നെ കയറി പാടും. നിങ്ങൾ തന്നെ കയറി അങ്ങ് പാടുന്നല്ലേ? ഏത് പാട്ട് പാടുമ്പോഴാണ് ഋതികയ്ക്ക് കോറസ് ഭയങ്കര കോമഡി ആയിട്ടോ ടഫായിട്ടോ തോന്നിയിട്ടുള്ളത്? ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഗോകുലിന്റെ തിരനുരയും പാട്ടിനൊരു അത് നമ്മുടെ ഇതിനകത്ത് ശ്രീരാഗൻ എന്നോട് പറഞ്ഞതാ. ഞാൻ ക്യാഹുവാന്നാ പറഞ്ഞത്. അത് അടിപൊളിയായിരുന്നു. എല്ലാരും കിടന്ന് പാടുന്ന ഗോകുല് വരെ അവിടെ ചിരിക്കായിരുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോ നിങ്ങക്ക് ചിരി വരില്ലേ? ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കര ചിരിയായിരുന്നു. അത് ശരി, കൊള്ളാണ്. അല്ല, അത് കേൾക്കുമ്പോ പക്ഷെ നമുക്ക് തീരെ തോന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാരും കൂടെ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഋതിക സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതിന്റെ ക്യാപ്ഷൻ അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതെന്താ നിങ്ങളൊരു പ്രാക്ടീസ് സെഷന് അങ്ങനെ ഒരു പേരിട്ട് വിളിക്കാൻ കാര്യം? അതൊക്കെ കണ്ടു അല്ലേ? എല്ലാം കണ്ടു നോക്കാം. അഭയാർത്ഥി ക്യാമ്പ് ഇത് എന്താ വെച്ചാൽ ഞങ്ങള് റിഹേഴ്സൽ റൂമിലായിരുന്നു, ഓർക്കസ്ട്ര. അപ്പൊ അവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അഭയാർത്ഥികൾ ഇങ്ങനെ കിടക്കില്ലേ നിലത്ത് ഇങ്ങനെ, അതുപോലെയാണ് നിങ്ങളൊരു അങ്ങനെ പറഞ്ഞു. പിന്നെ ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഋതിക തന്നെയാണ്. നിങ്ങൾ ഋതികയുടെ അക്കൗണ്ട് കയറി അതിനകത്ത് കിടപ്പുണ്ട്. തമാശക്ക് ഇട്ടതാണ്. എല്ലാരും ഇങ്ങനെ വെറുതെ കിടക്കാണ്. അപ്പൊ പിന്നെ അതൊക്കെ ഒരു നാളെ തിരിഞ്ഞു നോക്കുമ്പോ ഓർക്കാനുള്ള കുറെ നല്ല മൊമെന്റ്സ് അല്ലേ? ഒരു ബെസ്റ്റ് മെമ്മറി ഫ്രം സ്റ്റാർ സിംഗർ ഷെയർ ചെയ്യാൻ പറഞ്ഞ എന്തായിരിക്കും? എല്ലാരോടൊപ്പം ഉള്ളതോ എനിത്തിങ്? ഒരുമിച്ചുള്ളതാ ഓർ ഇൻ പേഴ്സൺ ആയാലും. നാളെ ഈ സീസണൊക്കെ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞ് സ്റ്റാർ സിംഗറിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും വാവും എന്ന് തോന്നുന്ന ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മെമ്മറി? ഒന്നല്ല, അങ്ങനെ
മെമ്മറി എന്ന് പറയാനൊന്നുമില്ല. ലൈക്ക് സ്റ്റാർ സിംഗർ എല്ലാ എന്തൊക്കെ അറിഞ്ഞാലും അതൊക്കെ മെമ്മറി ആയിട്ടുണ്ട്. മെയിൻലി ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അത്രയും രാത്രി നിങ്ങൾ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്ത നേരത്ത് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അവിടെ ഒരു ബെസ്റ്റ് ബേക്സ് എന്ന കഫേ ഉണ്ട് തൊട്ടടുത്ത്. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും പോകും ചായ കുടിക്കാൻ, സാധനം കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ ഈ ആൾക്കാർ, അതായത് നിങ്ങളുടെ കോച്ചസ് കഴിക്കരുതെന്ന് പറയുന്ന ഭക്ഷണം ഏറ്റവും കൂടുതൽ വാങ്ങിച്ച് കഴിക്കുന്ന ആരാ? എല്ലാവരും കഴിക്കും. ഒരാളെ മാത്രം എടുത്ത് പറയാനില്ല. കണ്ട ഒറ്റ കട്ടായിട്ട് നിൽക്കുക, ഒരാളായിട്ട് ഞങ്ങൾ ഒറ്റ കൊടുക്കില്ല എന്നല്ലേ. കൊള്ള അടിപൊളി. എന്തായാലും ഒരു പാട്ടുകാരി ആവാൻ ഇങ്ങനത്തെ കുറേം കൂടെ ഇതിനെ ഫ്ലറിഷ് ചെയ്തൊക്കെ വളരെ നമ്മൾ പൊതുവേ കണ്ടുവന്നിട്ടുള്ള ഒരു ട്രെൻഡ്. ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല. എല്ലാവരും കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ നിങ്ങളുടെ പ്രാക്ടീസ് സെഷനും എല്ലാം കൊച്ചിയിലാണ് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒരു വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും? വീട് വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൊച്ചിയിലായിരിക്കും. കൊച്ചിയിൽ വെക്കാനാണ് താല്പര്യം എന്നല്ലേ. എന്തായാലും ഉടനെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പം ഭാവിയിൽ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ തീർന്ന് ഫിനാൻഷ്യലി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരവസ്ഥ എത്തുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഋതിക ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? വിച്ച് യു കുഡ്ന്റ് അഫോർഡ് റൈറ്റ് നൗ എന്നുള്ള രീതിയിൽ? പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ സഹായിക്കുക. അതൊരു വിഷമമായിട്ടുണ്ടോ ഉള്ളിൽ, എൻ്റെ വർഷം പോയി എന്നുള്ള രീതിയിൽ? അത്ര എന്താ വെച്ചാൽ അപ്പോഴത്തേക്ക് സ്റ്റാർ സിംഗർ വന്നപ്പോൾ ഒരു അത്ര വിഷമം തോന്നിയില്ല. ചിലപ്പോൾ ഫുൾ വർഷം വെറുതെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും. പക്ഷേ ജസ്റ്റ് തിങ്ക് ഇൻ എ വേ ലൈക്ക് ആ ഒരു ബ്രേക്ക് വന്നിരുന്നപ്പോഴേ ഗോഡ് ഗേവ് യു സംതിങ് വിച്ച് ഇത്രയും കൂടെ പഠിക്കുന്ന ആരെയും ഞങ്ങൾക്ക് ഋതികയെ അറിയുന്ന പോലെ അറിയുന്നില്ല, ഋതികയുടെ ഫ്രണ്ട്സിനെ ആരെയും. പക്ഷേ ദ ഹോൾ കേരള നോസ് യു. അതിനൊരു വലിയ താങ്ക്സ് പറയേണ്ടത് മേ ബി നിങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ്. സർഗോ സാർ ഡെഫിനറ്റ്ലി. ഇത്രയും ഞാൻ പോയ റിയാലിറ്റി ഷോയിൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡയറക്ടർ ആദ്യത്തെ കാണുന്നത്. സർഗോ സാർ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ റിഹേഴ്സൽ ക്യാമ്പിനൊക്കെ മൂപ്പര് കൂടെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സർഗോ സാർ ഭയങ്കര നമുക്കൊരു ഡയറക്ടറാന്നുള്ളൊരു തോന്നിക്കില്ല. അടിപൊളി. ഒത്തിരി ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും സർ ഇത് കാണുന്നുണ്ടെങ്കിൽ സോ ഹാപ്പി ടു ഹാവ് എ പ്രൊഡ്യൂസർ ലൈക്ക് യു ഫോർ ദ കണ്ടസ്റ്റൻസ്. എന്തായാലും അപ്പം നല്ലൊരു പാട്ടുകാരി ആവാൻ പറ്റട്ടെ, എല്ലാവിധ പ്രശ്നങ്ങളും തീരട്ടെ എന്ന് ഞാൻ പറയാണ് കേട്ടോ ഋതിക. സോ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി വെരി മച്ച് ഫൺ ഹാവിങ് യു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഋതിക കുട്ടിക്ക് ഒരു ചെറിയ ടാസ്ക് തരാം. നിങ്ങൾ ഈ ഇത്രയും കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളും സംഭവങ്ങളും ഇന്നസെന്റ് ആയവരെയും അല്ലാത്തവരെയൊക്കെ നമ്മൾ പറഞ്ഞു, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയി നിൽക്കുന്ന കൺമണി അൻപോട് കാതലൻ പാട്ട് ഹലോ പോലും പറയാൻ പാടില്ല. അത് മൊമെന്റ് ദേ പിക്ക് അപ്പ് ദ കോൾ, വാട്ട് യു ഷുഡ് ഡു ഇസ് സിംഗ് ദ സോങ്. അവർ ഹലോ എന്താടി പാട്ട് പാടണേ പറഞ്ഞാൽ ഒന്നും പറയണ്ട, അവർ ബാക്കി പാടുന്നവരെ പറഞ്ഞു. ഇനി അവരൊന്നും പറയുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേരെ, കൂടെ പാട് എന്നുണ്ടെങ്കിൽ അഗൈൻ യു സ്റ്റാർട്ട് ദ സോങ്. ഓൾറൈറ്റ്? ആരെ വിളിക്കാൻ പോണേ? ബൽറാമിനെ വിളിക്കാം. അതെന്താ ബൽറാം ചൂസ് ചെയ്യാൻ കാര്യം? വിളിച്ചെടുക്കുമായിരിക്കും, ഒന്നുമില്ല, റാൻഡമായിട്ട് ചൂസ് ചെയ്തതാണ്. ബൽറാമിനെ വിളിച്ചോ. ഒന്നും പറയാൻ പാടില്ല, ഇന്റർവ്യൂ ഒന്നും പറയരുത്. അവൻ കേട്ട പാടെന്നും പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും? ഒന്നും പറയണ്ട, കൺമണി അൻപോട് പാടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഒന്നും മൂപ്പർക്ക് ക്ലൂലെസ് ആയിട്ട് നിൽക്കണേ കൂടെ പാട് പറയാ, എന്നിട്ട് ഇതാക്കുക. നീ വല്ല ചീത്ത പറയണെങ്കിൽ കട്ട് ചെയ്തിട്ട് നിനക്കുള്ളത് തരാട്ടോ ഞാനെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാം. വെക്കാണേ, സ്പീക്കറിലിടണം. പിന്നല്ലാണ്ട് ഞങ്ങൾക്കും കേൾക്കണ്ടേ? ബൽറാമിന്റെ കോളർ ടൂണാണ്. കൺമണി കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ങ് സൗഖ്യമേ. കേൾക്കുന്നുണ്ടോ? താങ്കൾ സംസാരിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. ഉന്നെ എണ്ണി പാർക്കയിൽ വാർത്ത കൊട്ടത് അത് എഴുത നിനക്കയിൽ താന. നീ കേൾക്കുന്നുണ്ടോ? താങ്കൾ സംസാരിക്കുന്ന വ്യക്തി താങ്കളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കൂടെ പാടുക.
എന്താടാ അയ്യാ ഇതിനാണോ നീ ഇപ്പൊ വിളിച്ചത് കൂടെ പാടാൻ? പാട്, ചിരി വരണ എനിക്ക്. ചിരിക്കാതെ പാട്. അയ്യാ. എടി ഇത് കോൺകോളാണോ? അല്ലടാ. അതെയോ? നീ എന്തിനിപ്പോ വിളിച്ച ഇത് പാടാനാ? ആ പാട്, നീ പാട്. എന്താ പാടണ്ടേ? ഈ പാട്ട്. വെള്ളപ്പൊന്നി ഉറക്കത്തിന് വിളിപ്പിച്ച് പാട്ട് പാടാനാ? ആടാ ഇപ്പഴാടാ 12 1 മണിയാവാനേ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആവുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വരി പാട്. കൺമണി അൻപോട് കാതലെഴുതും കടിതമേ. പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ങ് സൗഖ്യമേ. ഉന്നി എണ്ണി പാർക്കയിൽ കവിത കൊട്ടത് അതാണോ? അത് എഴുതി നിനക്കയിൽ വാർത്ത മുട്ടത്. ഹലോ ബൽറാം. ഹലോ. ഹായ്. ഓ ബൽറു. ഓക്കെ. ഹലോ, എൻ്റെ പേര് മീനാക്ഷി എന്നാണ്. ഞാൻ ജാങ്കോ സ്പേസിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ, അടുത്തത് താങ്കൾ. ഞാൻ ഇപ്പൊ തന്നെ വണ്ടി വിളിച്ച് അങ്ങോട്ട് വരാം. അതെ, ഇത് ലൈവാണ്. 2 ദിവസം കഴിയുമ്പോ. അതെ അതെ 12. നിങ്ങൾ ഇപ്പോഴാണല്ലോ എണീക്കുന്നത്. സമയം നോക്കൂ ഗൈസ്, 12:55. നമ്മുടെ ബെൽറു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് എഴുന്നേക്കുന്നേ. അയ്യോ, അത് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നേരത്തെ എണീക്കേണ്ട ആവശ്യം വരാറില്ല. ഓ അങ്ങനെ അല്ലേ? ഓക്കെ ഓക്കെ. ആ, അപ്പൊ ഞങ്ങളിതാ ഇവിടെ ഋത്തികയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഋത്തികയുടെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഒരു ചാലഞ്ച് കൊടുത്തപ്പോ ഞങ്ങളുടെ കുട്ടി ആദ്യം വിളിച്ചത് താങ്കളെയാണ്. അവള് പാട്ട് പാടിയപ്പോഴേ എനിക്ക് എന്തോ പണിയാണെന്ന് വിചാരിച്ചത്. അപ്പോഴേ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉടായ്പ ഡയലോഗ് അടിക്കാറുണ്ട്. പാട്ട് പാടിയപ്പോ തോന്നി വേറെന്തോ ഉടായ്പാണെന്ന്. അതാണ് ഞങ്ങൾ പറഞ്ഞു ഹലോ പോലും പറയാൻ പാടില്ല, പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് താങ്കൾ എന്നാ ഒന്നോട് പറഞ്ഞേ. എടാ കള്ളാ, BSNL പൊക്കാണ്ട് നോക്കിക്കോ, നിങ്ങളെ കൊണ്ടായിരുന്നു അടുത്ത വോയിസ് ഓവർ. അല്ല, അവള് ഫസ്റ്റ് ലൈൻ പാടിയിട്ട് കുറച്ചേരം മിണ്ടാതിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഉടായ്പാണെന്ന്. അത് അവിടെ കിടന്ന് ചിരിയായിരുന്നു മൊത്തത്തിൽ. അതാണ്. അപ്പൊ നമ്മളെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. ഞങ്ങളുടെ ഋതിക കുട്ടീനെ പറ്റി 2 വാക്ക് പറയൂ. ഋതിക വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ നന്നായി പാട്ട് പാടും, ചാടും, ഓടും. ഋതികനെ പറ്റി എന്താ പറയാ, നല്ലൊരു സിംഗറാണ് ഋതിക. നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ എല്ലാം നല്ല സ്വഭാവങ്ങളും ഉണ്ട്. അത് ശരി. അങ്ങനെ കിട്ടാക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ബൽറാം. സ്നേഹല്ലേ ഇത്? മീനാക്ഷിയാ. ഞങ്ങള് വിളിച്ചിട്ടുണ്ടോ ഇവിടെ നിന്ന് ഇന്റർവ്യൂവിന് വേണ്ടിട്ട്? തരണം കേട്ടോ. ഓ പിന്നെന്താ. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. ആ കർമ്മം അങ്ങോട്ട് കഴിഞ്ഞു. അതെ, അപ്പം എന്തായാലും ഋതിക കുട്ടി, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. ലെറ്റിംഗ് യു നോ ഇൻ പേഴ്സൺ ആസ് എ മ്യൂസിഷ്യൻ ആൻഡ് എവറിത്തിങ്. അപ്പോൾ നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു പാട്ടും കൂടെ. നമ്മുടെ ഋതികയുടെ ഒരു കരിയർ ചേഞ്ച് കൊടുത്ത ഒരു പാട്ടാണ് ഋതിക ഇപ്പൊ പാടാൻ പോകുന്നത് അല്ലേ? സ്റ്റാർട്ട്. സ്വപ്ന സുന്ദരി നന്ദാനേ, നാ സ്വപ്ന ലോകത്തിൻ്റെ താനേ. സ്വപ്ന സുന്ദരി നന്ദാനേ, നാ സ്വപ്ന ലോകത്തിൻ്റെ താനേ. റാന്തൽ മിന്നലിലെ ജ്വലിപ്പേനേ, സോമ്പല്ലില്ലാമലേ കളിപ്പേനേ. തീണ്ടു ഇൻപം மீண்டும் மீண்டும் தோன்றும் நெஞ்சு தோன்றும் தோன்றும் தோன்றும். நான் தான் சொப்பன சுந்தரி, உங்க சோகம் கலைக்கும் கலைக்கும் மந்திரி. ஹே நான் தான் சொப்பன சுந்தரி, உங்க சோகம் கலைக்கும் கலைக்கும் மந்திரி. അപ്പോൾ താങ്ക് യു സോ മച്ച് ഋതിക കുട്ടി. സമ്മാനവുമായിട്ട് വരിക Vijayasree Baba. Thank you. So I'll see you guys in the next episode of Django Space. Till then, this is Meenakshi Sudhir signing off. Bye.